ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. ഇന്ന് ഭൂരിഭാഗം ആളുകളും ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ് നമ്മുടെ ഗട്ട് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. എസ്പെഷ്യലി ഇപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്യാസ് കയറുക, അതായത് ഫുഡ് ആ ഒരു സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈൻസിൽ എത്തുമ്പോഴേക്ക് തന്നെ വയറ് വീർത്ത് വരിക, എപ്പോഴും ഒരു കുടവയറ് അല്ലെങ്കിൽ ഒരു ബ്ലോട്ടഡ് അബ്ഡമൻസ് ഉണ്ടാവുക. അതോടൊപ്പം തന്നെ നെഞ്ചെരിച്ചിൽ, കീഴ്വായുടെ പ്രശ്നങ്ങൾ ഇന്ന് എല്ലാവരും അലട്ടുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. പല രീതിയിലുള്ള മെഡിസിൻസ് എടുക്കുന്നു, അതേപോലെ തന്നെ ഒറ്റമൂലികൾ പ്രയോഗിക്കുന്നു, എന്നിട്ടൊന്നും മാറ്റങ്ങളില്ല. ആദ്യം തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ കാണുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ കാരണങ്ങൾ ആദ്യം അറിയാൻ ശ്രമിക്കണം. പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഇത്തരം ഗ്യാസ് ട്രബിൾ, അതായത് ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ പെട്ടെന്ന് വയറ് വീർക്കുക, അതേപോലെ തന്നെ ഇത്തരം ഏമ്പക്കം, കീഴ്വായുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇത്തരം ഗ്യാസ് ട്രബിൾ വരാനുള്ള പ്രധാനപ്പെട്ട റീസൺസിൽ ഒന്നാണ് വലിച്ചു വാരി ഫുഡ് കഴിക്കുന്നത്. നമ്മൾ ഒരു ഫുഡ് വായിലോട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് ചവയ്ക്കുന്നില്ല ആളുകൾ. ഓൾ ടുഗദറായിട്ട് എല്ലാ പണിയും നമ്മളെ വയറിനായിരിക്കും നമ്മൾ കൂടുതലായിട്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചൂ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ട് ഏറ്റെടുക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായിട്ട് ചവച്ചരച്ചാലേ ഉള്ളൂ വായൻ്റെ അകത്തുള്ള റ്യാലിൻ പോലത്തെ എൻസൈംസ് അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് സലൈവറി എമൈലേസ് പോലത്തെ എൻസൈംസും അതേപോലെ ഡൈജസ്റ്റീവ് ജ്യൂസസും നന്നായി മിക്സ് ചെയ്തതിന് ശേഷമേ അത് കൃത്യമായിട്ട് ഡൈജഷൻ നടക്കുള്ളൂ നമ്മുടെ ബോഡിയിൽ. അപ്പോൾ കൃത്യമായിട്ട് ചവച്ചരയ്ക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ ഗ്രിൽ ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഒരു 40 to 45 ടൈംസ് നന്നായിട്ട് ചവയ്ക്കാൻ ശ്രമിക്കുക. എസ്പെഷ്യലി ചിക്കൻ, മട്ടൻ, ബീഫ് ഇത്തരം മീറ്റ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് ചവച്ചതിന് ശേഷം മാത്രമേ നമ്മളത് ഡെഗ്ലൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ യൂഷ്വലി നമ്മൾ എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു 30 ടൈംസ് നന്നായിട്ട് അത് വായിലിട്ടതിന് ശേഷം ചവച്ചരയ്ക്കാൻ ശ്രമിക്കുക. എന്നാൽ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമേ നമ്മളത് ചൂ ചെയ്യാൻ പാടത്തുള്ളൂ. അപ്പം കൃത്യമായിട്ട് ചൂ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വലിച്ചു വാരി ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഇത്തരം ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ ഒരു റീസൺസ് എന്ന് പറയുമ്പം വയറ് നിറച്ച് ഫുഡ് കഴിക്കുന്നത്. ഈ സെയിം റീസൺസ് തന്നെയാണ് അത്. അതായത് നമ്മളൊരു ടൈമിംഗ് ഇല്ലാതെ ഒരു എന്താ പറയുക വയററിയാത്ത രീതിയിൽ നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. കാരണം ഒരു ആസിഡ് ഇംബാലൻസ് വരുന്നു. നമ്മൾ ജ്യൂസസ് കഴിക്കുന്നു, അതോടൊപ്പം സ്പൈസി ഫുഡ് കഴിക്കുന്നു, അതോടൊപ്പം എന്തെങ്കിലും കൂടുതൽ മസാലാസ് ചേർന്നുള്ള ഭക്ഷണങ്ങളെല്ലാം ഒരു എന്താ പറയുക ഒരു കോമ്പിനേഷൻസ് ഇല്ലാതെ ഒരു ടൈമിംഗ് ഇല്ലാതെ എല്ലാം വലിച്ചു വാരി കഴിക്കുമ്പം ഈ ഒരു ആസിഡിൽ ബാലൻസ് കാണിക്കുന്നു, എൻസൈംസ് എല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ വരുന്നു. അങ്ങനെയാണ് നമുക്ക് എസ്പെഷ്യലി പുളിച്ച് തകട്ടി വരുന്ന പ്രശ്നങ്ങളും അതേപോലെ തന്നെ നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നന്നായിട്ട് ചവച്ചരയ്ക്കാൻ ശ്രമിക്കുക. കൃത്യമായ ടൈം എടുത്തതിന് ശേഷം മാത്രമേ അത് ഒരു ടൈമിങ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ചവച്ചരയ്ക്കാൻ പാടുള്ളൂ. അതേപോലെ വലിച്ചു വാരി ഒരിക്കലും ഫുഡ് കഴിക്കുക. നമ്മളെ വയറിൻ്റെ ഒരു കാൽ ഭാഗം അല്ലെങ്കിൽ ഒരു അരഭാഗം മാത്രമേ നമ്മൾ ഫുഡ് ഫില്ല് ചെയ്യാൻ പാടത്തുള്ളൂ. അതിൽ കൂടുതലാകുമ്പോഴാണ് ഇത്തരം സോർ ഇറിറ്റേഷൻസും അതേപോലെ തന്നെ നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ റീസൺസ് എന്ന് പറയുമ്പം ടൈമിംഗ് ഇല്ലാതെ ഫുഡ് കഴിക്കുന്നത്. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള ആ ഒരു ഫുഡ് മെനു നമ്മൾ ലഞ്ചിന് കഴിക്കുന്നു, ലഞ്ചിൻ്റെ ടൈമിംഗ് മാറിയിട്ട് അത് ഈവനിങ് ആകുന്നു. അങ്ങനെ ഒരു ഡിസോർഡേർഡ് ഈറ്റിംഗ് പാറ്റേൺ ആണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നങ്ങളും ബ്ലോട്ടിങ്, വയറ് വീർക്കുന്ന പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മളൊരു ബിസി ഷെഡ്യൂൾഡ് ലൈഫ് ആയതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ ലഞ്ച് കൃത്യമായിട്ട് കഴിക്കാനോ ഒന്നും തന്നെ നമുക്ക് ടൈമിംഗ് ഇല്ല. അപ്പോൾ ടൈമിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം എന്ന് പറയുമ്പം ഒരു 7 to 8 AM ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുക. ലഞ്ച് ടൈം ആണെങ്കിൽ ഒരു 1 to 2 PM ഉള്ളിൽ ലഞ്ച് ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഡിന്നർ ആണെങ്കിലും ഒരു 7 to 8 PM ഉള്ളിൽ ഡിന്നർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. പ്രോപ്പർ ടൈമിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. നമുക്കറിയാം നമ്മളെ ബോഡിയിൽ ബയോളജിക്കൽ സൈക്കിൾ ഉണ്ട്. അതായത് നമ്മുടെ ബോഡിയിലെ എല്ലാ കോർഡിനേഷൻസും കൺട്രോൾ ചെയ്യുന്ന നമ്മൾ ഉറങ്ങാനും തിങ്ക് ചെയ്യാനും എല്ലാം പ്രോപ്പർ ടൈമിങ് മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മുടെ ബോഡിയിലെ ആ ഒരു ബയോളജിക്കൽ സൈക്കിളാണ്. കൃത്യമായിട്ട് ആ ഒരു സൈക്കിൾ പ്രവർത്തിച്ചാലേ ഉള്ളൂ ഓൾ ടുഗദർ ആയിട്ടുള്ള എല്ലാ പ്രോസസ്സും നമ്മുടെ ബോഡിയിൽ നടക്കത്തുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ടൈമിങ് മാറിയിട്ട് രീതിയിലുള്ള ഫുഡ് കഴിക്കുവാണെങ്കിൽ, അതായത് ഇപ്പോൾ യൂഷ്വലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പം ഒരു 7
7 o'clock യൂഷ്വലി കഴിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ഒരു 1 വീക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു 10 o'clock കഴിക്കുന്നു. അപ്പം ആസിഡ് സെക്രീഷൻസ് ആ ഒരു 7 AM എന്താ പറയുക വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ കൂടുതലായിട്ടും ആസിഡ് സെക്രീഷൻസ് ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ബ്ലോട്ടിങ്, വയറ് വീർക്കുന്ന പ്രശ്നങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറഞ്ഞാൽ നന്നായിട്ട് കൃത്യ ടൈമിങ്ങിൽ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. ഇനി 4ാമത്തെ ഒരു റീസൺ, അതായത് ഇത്തരം ദഹന സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന 4th റീസൺസ് എന്ന് പറയുമ്പം കൂടുതലായിട്ടും പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നത്. എസ്പെഷ്യലി കേട്ടിട്ടുണ്ട് ഇത്തരം ലാക്ടോസ് ഇൻടോളറൻസ് പോലത്തെ കംപ്ലയിൻസ് ഉള്ള ആളുകൾക്ക് മെയിൻ സിംറ്റംസ് ആയിട്ട് വരുന്നതാണ് ഇത്തരം സോർ ഇറിറ്റേഷൻസും അതേപോലെ തന്നെ ഗ്യാസ് ട്രബിളിൻ്റെ കംപ്ലയിൻസും ബ്ലോട്ടിംഗ് കംപ്ലയിൻസ് എല്ലാം. അതായത് പാൽ ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ടും കഴിക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ മലയാളികൾ യൂഷ്വലി ഹ്യൂമൻസ് ആണെങ്കിൽ ടിൽ ഡെത്ത് വരെ നമ്മൾ പശുവും പാല് കുടിച്ചിട്ടാണ് ഡേ ബൈ ഡേ നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ആ ഒരു 75% ആളുകളിലും നമ്മളെ ബോഡിയിൽ ആ ഒരു മിൽക്കിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് ആബ്സെൻ്റ് ആയിരിക്കുന്നതാണ്. ആ ഒരു ആബ്സെൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇത്തരം ഗ്യാസ് ട്രബിളിൻ്റെ കംപ്ലയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം പാൽ ഉൽപ്പന്നങ്ങളുടെ അളവ് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ, സ്പെഷ്യലി കാൽഷ്യം ഡെഫിഷ്യൻസീസ്, എന്തെങ്കിലും പ്രോട്ടീൻ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങളെ മിൽക്ക് ഇൻടേക്ക് എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ റീസൺസ്, അതായത് കൂടുതലായിട്ടും ടെൻഷൻസ് ഉള്ള ആളുകൾക്ക്. ടെൻഷൻസ് കൂടുമ്പോൾ നമ്മളെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി കോർട്ടിസോൾ ലെവൽ ഇൻക്രീസ് ആവുകയും അത് നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന ബൈൽ സെക്രീഷൻസിന് ഇംബാലൻസ് വരുത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇത്തരം ഗ്യാസ് ട്രബിൾ കംപ്ലയിൻസും ദഹനത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കുക, അതായത് അത് റെഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് എന്തെങ്കിലും ബ്രീത്തിങ് എക്സസൈസ് അല്ലെങ്കിൽ പ്രാണായാമാസ്, ഡെയിലി എന്തെങ്കിലും വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ടെൻഷൻ ലെവൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി 6ാമത്തെ ഒരു റീസൺസ് എന്ന് പറയുമ്പം അമിതവണ്ണം, ഒബേസിറ്റി ഒരു മെയിൻ റീസൺ ആയിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് കൂടുതലായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നു, അതിന് കൃത്യമായിട്ട് വർക്കൗട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ബോഡിയിലെ ഫാറ്റ് ഡിപ്പോസിഷൻസ് അധികമാവുകയും അത് നമ്മളെ ഇൻറ്റേർണൽ ഓർഗൻസിന് കൂടുതലായിട്ടും പ്രഷർ വരികയും അപ്പോൾ കൃത്യമായിട്ട് ബവൽ മൂവ്മെൻറ്റ്സ് ഇല്ലാതെ വരികയും ബൈൽ സെക്രീഷൻസ് കൃത്യമായിട്ട് നടക്കാതെ വരികയും അതിൻ്റെ ഭാഗമായിട്ടും ഇത്തരം ഗ്യാസ് ട്രബിൾ കംപ്ലയിൻറ്റ്സ്, അതായത് ബ്ലോട്ടിംഗ് അല്ലെങ്കിൽ വയറ് വീർക്കുന്ന പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ഇനി 7ാമത്തെ ഒരു റീസൺസ് എന്ന് പറയുമ്പം അൺകൺട്രോൾഡ് ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ ഇന്ന് എല്ലാവരുടെയും ലൈഫിൽ ഒരു വില്ലൻ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതായത് കൃത്യമായിട്ട് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യും. അതായത് ഡയബറ്റിക് ന്യൂറോപ്പതി, നെഫ്രോപ്പതി, റെറ്റിനോപ്പതി പോലത്തെ, അതായത് ഓരോ ഓർഗൻസിനെയും 1 by 1 ആയിട്ട് ഡാമേജ് ചെയ്യുന്ന ഒരു മെയിൻ അസുഖമാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അത് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരം ഗ്യാസ് ട്രബിൾ കംപ്ലയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ഇനി മറ്റൊരു റീസൺസ് എന്ന് പറയുമ്പം ഇത്രയും ഫുഡ് കഴിച്ചിട്ടും നമ്മൾ കൃത്യമായിട്ട് വ്യായാമങ്ങൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വർക്കൗട്ട് ബോഡിക്ക് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഇത്തരം ഗ്യാസ് ട്രബിൾ കംപ്ലയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. സോ ഇത്തരം ഗ്യാസ് ട്രബിൾ കംപ്ലയിൻറ്റ്സിൻ്റെ കാരണങ്ങൾ എന്താണോ നമ്മൾ അതാദ്യം മനസ്സിലാക്കിയിട്ട് അത് ക്ലിയർ ആക്കിയിട്ട് വേണം നമ്മൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ അതിൻ്റെ റീസൺസ് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്